السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചില ശ്രദ്ധേയമായ കാര്യങ്ങളെല്ലാം ചെറിയ വാക്കിലൂടെ പറഞ്ഞു വെച്ചു. സൂറത്ത് കഹ്ഫിലെ 40-ാമത്തെ ആയത്തിനെ അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് തന്നെ ഇന്ന് തുടങ്ങാം. ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക വയുർസില അലൈഹാ ഹുസ്ബാനൻ മിനസ് സമാഇ ഫതുസ്ബിഹ അസ്ഈദൻ സലഖ. ഇവിടെ ഫഅസാ റബ്ബി, ഇവിടെ നമ്മൾ പറഞ്ഞു അസ എന്നുള്ളത് അത് റജാഇന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രതീക്ഷ നിർഭരമായ ഒരു അവസ്ഥാവിശേഷത്തെ സൂചിപ്പിക്കാനാണ് ഈ വാക്കിനെ ഉപയോഗിക്കുന്നത്. അപ്പോ എൻ്റെ റബ്ബ് എനിക്ക് ഇതിനേക്കാളും, നിന്റെ തോട്ടത്തെക്കാളും ഉന്നതമായ ഉത്കൃഷ്ടമായ തോട്ടം എനിക്ക് നൽകിയേക്കാം. അപ്പോ പ്രതീക്ഷ ആരിലാണ് പുലർത്തുന്നത്? പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിലാണ് പ്രതീക്ഷ പുലർത്തുന്നത്. ആ പ്രതീക്ഷ ഒരിക്കലും തന്നെ അസ്ഥാനത്താകുകയില്ല. ഏതൊരു മനുഷ്യനും അള്ളാഹുവിൽ, അവന്റെ സൃഷ്ടാവിൽ, ഈ പ്രപഞ്ചനാഥനിൽ അവന് പ്രതീക്ഷ അർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഹൃദയ ശാന്തിയുമെല്ലാം തന്നെ അവന് ലഭിക്കും. അപ്പോ നമ്മൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം എന്ന് പറയുമ്പോൾ നന്ദിയുള്ളവനാകണം എന്ന ഒരു ആശയത്തെ, ഒരു ചിന്തയെ ഇതിൻ്റെ ഉള്ളിൽ അള്ളാഹു തന്നെ എടുത്തു കാണിക്കുന്നുണ്ട്. നന്ദിയുള്ളവനാകുക, നിഅമത്തിന് നന്ദിയുള്ളവനാകുക, അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാകുക. അത് നമുക്ക് ചുറ്റുമുള്ളതിനെയും മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുന്ന അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരാകണം ഒരു ചിന്താ വിഷയമാണ്. അതുകൊണ്ട് വഇൻ ശക്കർത്തും ലി അൻഫുസിക്കും വഇൻ കഫർത്തും. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ആയത്തിൽ ഇമാം ഷഅറാബി വിശദീകരിക്കുന്നത് പോലെ വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ. പടച്ചവനോട് നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, അവനോട് തന്നെയാണ് അവൻ നന്ദി കാണിക്കുന്നത്. വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അള്ളാഹു ഐശ്വര്യവാനും അള്ളാഹു സ്തുത്യർഹനുമാകുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷഅറാബി പറയുന്നുണ്ട്, ഈ ആയത്തില് നമ്മൾ ശ്രദ്ധാപൂർവം ഒന്ന് നോക്കിയാൽ വമൻ യഷ്കുർ എന്ന് അവിടെ ഒരു ഭാവികാല ക്രിയയെ അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട്. വമൻ യഷ്കുർ, വമൻ ശക്കറ എന്നല്ല, വമൻ യഷ്കുർ. അപ്പൊ ഇവിടെ ഈ വമൻ യഷ്കുർ അവിടെ പിന്നെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് ഭാവികാല ക്രിയയാണ്. വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു നഫ്സിഹി. എന്തുകൊണ്ട് ഒരിടത്ത് ഭാവികാല ക്രിയയും വമൻ കഫറ എന്ന് പറഞ്ഞിടത്ത് ഭൂതകാല ക്രിയയും എന്തുകൊണ്ട് ഉപയോഗിച്ചു? അള്ളാഹു ഒരിക്കലും തന്നെ തന്റെ സൃഷ്ടിയിൽ നിന്നും നന്ദിയില്ലാത്തൊരവസ്ഥ അള്ളാഹു പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നന്ദിയെ കുറിച്ച് പറഞ്ഞിടത്ത് യഷ്കുർ എന്ന് പറയുകയും അവൻ എപ്പോഴും നന്ദിയുള്ളവനാകണം. അള്ളാഹു വമൻ കഫറ, ആരെങ്കിലും നിഷേധിയായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭൂതകാല ക്രിയയും ഉപയോഗിച്ചത്. അപ്പോ വമൻ കഫറ എന്ന് പറയുമ്പോൾ അവിടെ ഭൂതകാല ക്രിയ കൊണ്ടുവന്നുകൊണ്ട് തന്റെ സൃഷ്ടിയിൽ നിന്നും താൻ ധാരാളം അനുഗ്രഹങ്ങൾ നൽകി, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും സൃഷ്ടിച്ച് പരിപാലിച്ച് അവന് ആവശ്യമുള്ളതെല്ലാം നൽകി ഭൂമിയിൽ കൊണ്ടുവന്ന മനുഷ്യൻ, അവൻ നന്ദി കെട്ടവനാകരുത്, നന്ദിയില്ലാത്തവനാകരുത് എന്ന് ആ വാക്കിന്റെ ഉള്ളിലൂടെ തന്നെ അള്ളാഹു മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ട് പറയുന്നുണ്ട് എന്നാണ് ഇമാം ഷഅറാബി വിശദീകരിക്കുന്നത്. പിന്നെ ആ ആയത്ത് അവസാനിക്കുന്നത് തന്നെ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ് എന്നാണ്. ഇനി നിങ്ങൾ സ്തുതിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു സ്തുത്യർഹനാണ്, അള്ളാഹു ഗനിയാണ്, അള്ളാഹു ഐശ്വര്യവാനാണ്. അപ്പൊ നിങ്ങളുടെ സ്തുതിഗീതങ്ങൾ, സ്തുതിയാലാപനങ്ങളൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല.
നിങ്ങൾ സ്തുതിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ അത് നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ അള്ളാഹുവിനെ മനസ്സിലാക്കിയ, സൃഷ്ടാവിനെ മനസ്സിലാക്കിയ, നന്ദി കാണിക്കണമെന്ന് സ്വയം തിരിച്ചറിയുന്ന മനുഷ്യൻ, ആ വ്യക്തി എങ്ങനെയാണ് ഒരു അനുഗ്രഹം കാണുമ്പോൾ നിങ്ങൾ ആ അനുഗ്രഹങ്ങളോട് പ്രതികരിക്കേണ്ടത്, ആ അനുഗ്രഹങ്ങളെ ഏത് കണ്ണുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കാണേണ്ടത് എന്ന് ആ വ്യക്തി തന്നെ പറഞ്ഞു തുടങ്ങുന്നത്. എന്താണ് ഈ അഹങ്കാരിയായ മനുഷ്യനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത്? മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോ അനുഗ്രഹങ്ങളോട് ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? അപ്പൊ അനുഗ്രഹങ്ങൾ എന്നുള്ളത് അത് ഭൗതികമായ സമ്പാദ്യങ്ങളും ഭൗതികമായ വിഭവങ്ങളും മാത്രമല്ല, മറിച്ച് അവൻ തന്നെ അള്ളാഹുവിന്റെ മഹാനുഗ്രഹമാണ്. അവന്റെ ജീവിതം, അവന്റെ സമയം, അവൻ അനുഭവിക്കുന്ന ഓരോന്നും അള്ളാഹിന്റെ അനുഗ്രഹമാണ്. ഇതിനെല്ലാം തന്നെ അനുഗ്രഹമായി കാണുകയും അതിനോട് നന്ദിപൂർവമായ സമീപനം മനുഷ്യൻ സ്വീകരിക്കുകയും ചെയ്യണം. അപ്പൊ ഫഅസാ റബ്ബി, എന്റെ നാഥനായേക്കാം, ഖൈറൻ മിൻ ജന്നതിക, നിന്റെ തോട്ടത്തെക്കാളും ഉന്നതമായത് എനിക്ക് നൽകിയേക്കാം. അപ്പൊ അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു വിഷയമുണ്ട്. അതായത് ഈ ഭൗതികമായ ഒരു സമൃദ്ധിയെ, അല്ലെങ്കിൽ ഭൗതികമായ വിഭവങ്ങളെ മാത്രമല്ല ഈ വാക്കിന്റെ ഉള്ളിൽ ഒരു സത്യവിശ്വാസി, അല്ലെങ്കിൽ പടച്ച തമ്പുരാന് നന്ദി പ്രകാശിപ്പിക്കുന്ന സ്രഷ്ടാവിനെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ ലക്ഷ്യമാക്കുന്നത്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, ഇതോടുകൂടി അവസാനിക്കുന്ന ഒന്നല്ല. അഹങ്കാരികളായ, ധിക്കാരികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, നിഷേധികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഇവിടെ മാത്രം ഉള്ളതും ഇവിടെ അവസാനിക്കുന്നതുമാണ് എന്ന് അയാൾ തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിക്കുക എന്നുള്ള ഒന്നും ഉണ്ടാവില്ല. എന്നാൽ പടച്ച തമ്പുരാനിൽ, സ്രഷ്ടാവിൽ, ഈ പ്രപഞ്ചനാഥനിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ടെന്നോ, അവിടെ ഇതിനേക്കാളും ഉന്നതമായത്, ഉത്കൃഷ്ടമായത് എനിക്ക് എന്റെ നാഥൻ നൽകുമെന്നുള്ള ഒരു വായന കൂടി ഇതിന്റെ ഉള്ളിലുണ്ട്. ഈ ഭൗതിക ലോകത്ത് നൽകുന്നതിനപ്പുറം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമായതെല്ലാം തന്നെ നീങ്ങിപ്പോകുന്നതാണ് എന്നും ആഖിറമാണ് ഉത്കൃഷ്ടമായത് എന്ന് നിരന്തരം വായിക്കുകയും കേൾക്കുകയും അള്ളാഹുവിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണല്ലോ. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വർത്താനം പറയുമ്പോൾ അതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇതിനേക്കാളും ഉത്കൃഷ്ടമായ തോട്ടവും സമൃദ്ധമായ ജീവിത സൗഭാഗ്യങ്ങളുമുള്ള ഒരിടത്തെ അയാൾ അതിന്റെ ഉള്ളിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അതിനുശേഷം അയാൾ പറയാണ് വയുർസില അലൈഹ ഹുസ്ബാനൻ, ഇനി നീ ഭയപ്പെടേണ്ടതുണ്ട്. വയുർസില അലൈഹ ഹുസ്ബാനൻ, അതിന്റെ മുകളിൽ അള്ളാഹു ഒരു മഹാവിപത്തിനെ അയച്ചേക്കാം, മിനസ്സമാ, ഈ വാനലോകത്തിൽ നിന്ന്. ഇവിടെ ഹുസ്ബാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഹുസ്ബാൻ എന്ന വാക്ക് ഉപയോഗിച്ചത്? ഹുസ്ബാൻ വളരെ വളരെ ശ്രദ്ധിച്ച് വായിച്ചു പോവേണ്ട ഒരു ഇടമാണ്. അത് പോയിന്റ് ഔട്ട് ചെയ്ത ഒന്നാക്കി നിന്റെ ഈ വിഭവങ്ങൾ അള്ളാഹു മാറ്റിയേ, അവിടെ മാത്രം ലക്ഷ്യമാക്കി വാനലോകത്തിൽ നിന്നും ഇതിനെ ഞെടിയിടയിൽ നശിപ്പിക്കുന്ന, അതിനെ കരിച്ചു കളയുന്ന, അതിനെ എല്ലാ അർത്ഥത്തിലും നിഷ്കാസനം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ വാനലോകത്തിൽ നിന്നും സംഭവിച്ചേക്കാം, മുകളിൽ നിന്നും സംഭവിച്ചേക്കാം. അപ്പൊ ഹുസ്ബാനി എന്നുള്ളത് അശ്ശൈഉൽ മഹ്സൂബു എന്നാണ് അതിന് മുഫസ്സിരിങ്ങൾ അർത്ഥം കൊടുക്കുക. അശ്ശൈഉൽ മഹ്സൂബുൽ മുഖദ്ദറു ബിദിഖ്ഖത്തിൻ, വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ഇടപെടൽ. അപ്പൊ നമ്മളെല്ലാം ഭൗതിക ലോകത്ത് യുദ്ധമുഖത്ത് ചില കേന്ദ്രങ്ങളെ വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് അതിനെ മാത്രം ലക്ഷ്യമാക്കി തൊടുത്തുവിടുന്ന മിസൈലുകൾ പോയി ആ ഇടങ്ങളെ, അവർ ലക്ഷ്യമാക്കുന്ന ഒന്നിനെ ഞെടിയിടയിൽ നശിപ്പിച്ചു കളയുന്ന ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ പൊതുവെ അർത്ഥം പറഞ്ഞു പോവൽ എന്താണ്? വയുർസില അലൈഹ ഹുസ്ബാനൻ, അള്ളാഹു വാനലോകത്തിൽ നിന്നും ശിക്ഷയെ അള്ളാഹു ഇറക്കിയേക്കാമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല ശരിക്കും ഒരു അറബി ഭാഷാ പണ്ഡിതന് വായിച്ചു പോകുന്നത്. ഹുസ്ബാനി എന്ന വാക്കിനെ കണിശമായി പോയിന്റ് ഔട്ട് ചെയ്ത് അതിലേക്ക് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വളരെ കണിശമായ ദിക്കത്തോടു കൂടിയുള്ള
ഒരു ഇടപെടലിനെയാണ് ഹുസ്ബാനി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ പുതിയ ലോകത്ത് മനുഷ്യനെ ഇത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ലക്ഷ്യമാക്കുന്ന ഒരിടത്തെ മാത്രം കരിച്ചു കളയാൻ പ്രാപ്തമായ സംവിധാനങ്ങൾ നിർമ്മിക്കുകയും അവിടത്തേക്ക് അവന്റെ മുകളിലൂടെ അവന്റെ തലയ്ക്ക് മീതെ അവൻ എന്താണോ തൊടുത്തുവിടുന്നത് അത് കൊണ്ടുവന്ന് ആ ഇടത്തെ മാത്രം, അല്ലെങ്കിൽ അവൻ ലക്ഷ്യമാക്കുന്ന വ്യക്തിയെ മാത്രം, അല്ലെങ്കിൽ ഭൂമികയെ മാത്രം, അല്ലെങ്കിൽ എന്ത് നിർമ്മിതിയെ മാത്രം അയാള് നശിപ്പിക്കുന്ന ഒരു പുതിയ ലോകത്ത് നമ്മൾ ജീവിക്കുകയാണ്. ഇതിനെയാണ് അള്ളാഹു ഇവിടെ എടുത്തു കാണിക്കുന്നത്. വാനലോകത്തിൽ നിന്നും വളരെ ദിക്കത്തോടുകൂടി സൂക്ഷ്മമായിട്ട് നിന്റെ ഇടത്തെ മാത്രം നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ നടന്നേക്കാം. ഈ ഹുസ്ബാനി എന്ന വാക്ക് ഇതുപോലെ കുറെയിടങ്ങളിൽ അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? പിന്നെ വശംസു വൽ ഖമറു ബിഹുസ്ബാൻ. എന്താണ് ഇവിടെ വശംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്ന് പറയുന്നത്? സൂര്യനും ചന്ദ്രനും അത് നിങ്ങൾക്ക് സമയം നിർണയിക്കുവാനുള്ള വളരെ കണിശമായ അള്ളാഹുവിന് ദൃഷ്ടാന്തമാക്കി അള്ളാഹു വെച്ചിരിക്കണമെന്നാണ്. അത് തെറ്റിക്കാൻ പാടില്ല. അത് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് വാസയോഗ്യമാക്കിയ ഭൂമിയിൽ അവന്റെ സമയങ്ങളെ, അവന്റെ ദിവസങ്ങളെ, അവന്റെ എല്ലാ ഓരോന്നിനെയും വളരെ ദിക്കത്തോടു കൂടി, വളരെ നിലാമോടുകൂടി, വ്യവസ്ഥാപിതമായി അള്ളാഹു അതിനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. അതിന്റെ ചലനവേഗതയെ അള്ളാഹു നിർണയിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ തെറ്റിക്കാൻ പാടില്ല. അത് എല്ലായിടത്തും ഒരുപോലെ തന്നെയായിരിക്കും. സമയത്തിന്റെ വ്യത്യാസത്തിനപ്പുറം ഒരിക്കലും തന്നെ ദിവസത്തിന്റെ വ്യത്യാസം വരാൻ പാടില്ല. അങ്ങനെ മനുഷ്യൻ വരുത്തി കഴിഞ്ഞാൽ പ്രപഞ്ചഘടനയെ അവൻ തകർക്കുന്നതാണ്. അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണത്. അപ്പൊ അള്ളാഹു വളരെ കണിശമായി അതിനെ വെച്ചിരിക്കുന്നു. ഈ മഅരിഫത്തിൽ ഭക്തി എന്നാണ് ഇതിനെ വിശദീകരിക്കുന്ന ഇവിടെ വശംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്ന് പറയുന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഭാഷാ പണ്ഡിതന്മാർ, അറബി ഭാഷയിൽ നിപുണരായ പണ്ഡിതന്മാർ ലി മഅരിഫത്തിൽ ഭക്തി എന്ന് പറയുന്നത് കാണാം. സൂറത്ത് ഇസ്രായിലേക്ക് പോയി കഴിഞ്ഞാൽ ലി തഅലമു അദദ സിനീന വൽ ഹിസാബ് എന്ന് കാണാം. അത് കാലവും വർഷവും നിർണയിക്കാനുള്ള ഒന്നാണ്. ഈ സൂര്യചന്ദ്രന്റെ ചലനവേഗതയെ നിർണയിച്ചതിലൂടെ, രാപ്പകലിനെ കൊണ്ടുവന്നതിലൂടെ അള്ളാഹു മനുഷ്യന് സമ്മാനിച്ചിരിക്കുന്നത് അവന്റെ നിലാമിൻ ദഖീഖിൻ വളരെ കണിശമായ ഒരു നിർമ്മിതിയെ, ഒരു സമയ നിർമ്മിതിയെ അള്ളാഹു കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ്. അതിൽ തെറ്റിക്കാൻ പാടില്ല, അതിൽ പിഴവ് വരുത്താൻ പാടില്ല. കാരണം നമ്മൾ ഇതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ അസ്ഹാബുൽ കഹ്ഫ് അവര് ഗുഹാമുഖത്ത് വസിച്ച കാലത്തെ സമയത്തെ അള്ളാഹു കണിശമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പോ ആ പ്രദേശത്ത് ജീവിച്ച ഒരു സമൂഹത്തിന്റെ കണക്കനുസരിച്ച് എന്നല്ല പറയുന്നത്. മനുഷ്യ കുടുംബത്തോട് മുഴുവനുമായി സംസാരിക്കുമ്പോൾ തലാസമിഅത്തിൻ സിനീന വസ്ദാദു തിസ്അ എന്നാണ്. അവിടെ സൂര്യ സമയത്തെയും ചന്ദ്ര സമയത്തെയും, ചന്ദ്ര കലണ്ടറിനെയും സൂര്യ കലണ്ടറിനെയും ഒരുപോലെ അള്ളാഹു അതിന്റെ സമയത്തെ വിലയിരുത്തി കണിശമായ ഒരു കണക്കെന്ന് പറയുകയാണ്. അത് ഇന്നയിടത്ത് ഇന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സംസാരിക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പൊ 309 വർഷം എന്നുള്ളത് വളരെ ക്ലിപ്തമായിക്കൊണ്ട് അള്ളാഹു മനുഷ്യ കുടുംബത്തെ പറയാണ്. എന്തുകൊണ്ടാണ്? ഈ സംവിധാനങ്ങളെ മുഴുവനും സൂര്യ ചന്ദ്രന്റെ ഗമനത്തെ, അതിന്റെ ഭ്രമണപഥത്തെ, അതിന്റെ ചലനവേഗതയെ നിർണയിച്ച പ്രപഞ്ചനാഥൻ മനുഷ്യന് കണിശമായൊരു സമയം പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഓരോ ഭൂമികക്കും അവരുടെ ഭൂപ്രദേശം അതിൽ കണിശത പുലർത്തേണ്ടതുണ്ട് എന്ന് മാറി മറയുന്ന മുഴുവൻ ജനസമൂഹത്തോടും അള്ളാഹു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇന്ന് നിങ്ങളിത് പറയുമ്പോൾ ഇതിന്റെ മുമ്പ് ഒരു സമയത്ത് പിന്നെ പരിശുദ്ധ റസൂല് പിന്നെ ചില ആഘോഷ ദിവസങ്ങളെ നിർണയിക്കുന്നിടത്ത് മേഘാവൃതമായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ 30 പരിഗണിക്കുകയും അതിനുശേഷം പിന്നെ നിങ്ങൾ അടുത്ത മാസം ഒന്നായി കാണുകയും ചെയ്യേണ്ടതുണ്ട് എന്നെല്ലാം പറയുന്നത് പിന്നെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെല്ലാം ചോദിക്കുന്നവരുണ്ട്. ഓരോന്നിനും ഓരോ കാലത്തിനും അതിൻ്റെതായിരിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ മാംസവും നിങ്ങൾ കഴിക്കണം. അപ്പൊ ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട്, ഓരോന്നിനും ഓരോ ഇടമുണ്ട്. നിങ്ങളുടെ വിജ്ഞാന ലോകം വ്യാപിക്കുന്നതിനനുസരിച്ച്, അതിന്റെ ഉച്ചി പ്രാപിക്കുന്നതിനനുസരിച്ച്, അതിന്റെ വിശാലത കൈവരിക്കുന്നതിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കൂടുതൽ മനസ്സിലാക്കുകയും അതിലേക്ക്
കൂടുതൽ ശ്രദ്ധാപൂർവം നമ്മൾ ചെന്നെടുക്കുകയും ചെയ്യുമ്പോൾ ആ ലോകത്തിന്റെ ആ വിജ്ഞാനത്തിന്റെ നമ്മൾ നേടിയെടുക്കുന്ന അള്ളാഹു നമ്മുടെ ചിന്തകളിലേക്ക് ഇട്ടുതരുന്ന വിജ്ഞാനത്തിന്റെ വ്യാപ്തി അനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് എന്താക്കാൻ പറ്റണം, നമുക്ക് കാണുവാനും അതിനെ കൈകാര്യം ചെയ്യുവാനും നമുക്ക് സാധിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലഘട്ടങ്ങളിലെ ഇത്തരത്തിലുള്ള നിലപാടുകൾ തെറ്റായിരുന്നു എന്നല്ല, അത് ആ സമയത്ത് 100% ശരിയാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നാൽ അത് പതുക്കെ പതുക്കെ മനുഷ്യന്റെ പഠനങ്ങളും മനുഷ്യന്റെ ഗവേഷണങ്ങളും അവന്റെ അറിവുകളും വ്യാപിക്കുന്നതിനനുസരിച്ച്, അത് വളരുന്നതിനനുസരിച്ച് അതിലും അവൻ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ എന്നെ മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ തെറ്റിക്കാൻ പാടില്ല, കണക്ക് തെറ്റിക്കാൻ പാടില്ല. അതിന്റെ അറിവും അതിന്റെ ജ്ഞാനവും അവൻ കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നീട് തെറ്റിക്കാൻ പാടില്ല, അതിൽ പിഴവ് വരുത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഹുസ്ബാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വളരെ കണിശമായി ദിക്കത്തോടു കൂടിയുള്ള അള്ളാഹുവിന്റെ ഇടപെടൽ നടന്നേക്കാം. ഫതുസ്ബിഹ സഈദൻ സലഖ. അപ്പോഴ് അതെന്താക്കും, അത് അത് ചതുപ്പ് നിറമായി മാറിയേക്കാം. അപ്പൊ ഇവിടെ 2 വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫതുസ്ബിഹ സഈദൻ. സഈദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മള് ഈ ഫതയമ്മമു സഈദൻ ത്വയ്യിബ എന്നുള്ള പറയുന്നുണ്ട്. വെള്ളം ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് കൊണ്ടുവരുന്നത്. എല്ലായിടത്തും ഒരേപോലെയല്ല നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ ഈ നിഷിദ്ധമായ പന്നിമാംസം കഴിക്കുന്ന ഒരു ജീവിത അവസ്ഥ, അല്ലെങ്കിൽ അത്തരം ഒരു പ്രതിസന്ധി മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അവന് ഒരു മലങ്കാടിൽ അകപ്പെടുകയും അങ്ങനെ ചത്തുകിടക്കുന്ന ഒരു പന്നിയെയാണ് അവൻ കാണുന്നത്. അത് കഴിച്ച് അവന്റെ ജീവിതത്തെ അവൻ നിലനിർത്തണം. അപ്പോൾ ഓരോ ഇടങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന വർത്തമാനങ്ങളും ചിന്താവിശേഷങ്ങളും ഉണ്ടാവും. അതിനനുസരിച്ചാണ് മനുഷ്യൻ എന്താക്കേണ്ടത്, അവന്റെ ജീവിതത്തെ പാകപ്പെടുത്തുകയും അതിനെ വിപുലീകരിക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ ഇതുകൂടി അള്ളാഹുദിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്താണ്? നിങ്ങൾ നോക്കൂ, ഫതുസ്ബിഹ സഈദൻ സലഖ അല്ലേ? അപ്പോ ആ ഭൂമിയെ അള്ളാഹു എന്താക്കും, വളരെ ചതുപ്പ് ഇടമാക്കി മാറ്റും. തന്നെയുമല്ല, അത് സഈദാകുക എന്ന് മാത്രമല്ല, അത് സലഖൻ എന്ന വാക്ക് കൂടി അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട്. അത് നനഞ്ഞ് അള്ളാഹു അതിനെ അടിമയിൽ മറിച്ച് അള്ളാഹു അതിനെ നിഷ്കാസനം ചെയ്ത് ധൂളികളാക്കി മാറ്റിക്കഴിഞ്ഞാല്, അവിടെ എങ്ങാനും മനുഷ്യ കാലങ്ങ് വെച്ച് കഴിഞ്ഞാല് അവന് വഴുതി അങ്ങ് പോകും. ആ രൂപത്തിലുള്ള ഒന്നിനും പറ്റാത്തൊരു ഭൂമിയാക്കി അള്ളാഹു അതിനങ്ങ് മാറ്റി. പിന്നെ നമുക്കറിയാം, ഈ വാക്ക് പലയിടങ്ങളിലും ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. ഫതയമ്മമു സഈദൻ ത്വയ്യിബ. നിങ്ങൾ വെള്ളം ലഭിക്കാതെ പോയി കഴിഞ്ഞാല് വെള്ളം കൊണ്ടാണ് വുദു ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അപ്പൊ വെള്ളം ഇല്ലാതായി പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തൊരു അവസ്ഥാവിശേഷം വന്നാലോ, നിങ്ങൾ മണ്ണുകൊണ്ട് തയമ്മം ചെയ്യണം. അപ്പോ സമയങ്ങളുടെ അവസ്ഥകളെ പരിഗണിച്ച് നമ്മുടെ ജീവിതത്തിന്റെ മറിയുന്ന ഓരോ സമയങ്ങളെ പരിഗണിച്ചു കൊണ്ടായിരിക്കണം മനുഷ്യൻ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് സഈദ് എന്ന വാക്കിവിടെ കൊണ്ടുവരുമ്പോൾ മറ്റു ഇടങ്ങളിൽ കൂടി ആ വാക്കിന് അള്ളാഹു ഉപയോഗിച്ചത് കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോ നമ്മൾ ഈ പറഞ്ഞ വിഷയവുമായിട്ട് അതിന് വലിയ ബന്ധമുണ്ട്. അഥവാ സമയത്തെ എന്താക്കാൻ പാടില്ല, നമ്മൾ തെറ്റായി ഗണിക്കുവാനോ ദിവസങ്ങളെ തെറ്റായി കണക്കാക്കുവാനോ പാടില്ല. അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നതിന് തുല്യമാണത് എന്ന ഒരു വലിയൊരു ചിന്താപാഠം ഈ വചനത്തിന്റെ ഉള്ളിൽ കൂടി അള്ളാഹു ഈ 2 വാക്കിന് ഉപയോഗിച്ചതിലൂടെ കൊണ്ടുവരുന്നത്. ഇമാം ഷാറാവി ഇതിനെ ഈ രൂപത്തിൽ തന്നെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാല് വയുർസില അലൈഹ ഹുസ്ബാനം മിനസ് സമാഇ ഫതുസ്ബിഹ സഈദൻ സലഖ. ഇവിടെ നിന്റെ തോട്ടം എന്നാണ് വയുർസില അലൈഹ, നിന്റെ തോട്ടത്തിന് മുകളിൽ എന്നാണ് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെ വളരെ കണിശമായ ഇടപെടൽ നടക്കും എന്നാണ് ഈ സഹോദരൻ പറയുന്നത്. അപ്പോ ആ പ്രദേശത്തെ മുഴുവനും ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരു അദാബാണ്, അള്ളാഹുവിന്റെ ഇടപെടലാണ്, ശിക്ഷയാണ് ഉണ്ടായതെങ്കിൽ ഈ വ്യക്തി പറയും, എല്ലാവർക്കും വന്നതുപോലെ എനിക്കും വന്നെന്ന് പറയും. അത്തരത്തിലുള്ള വർത്തമാനത്തിന് ഇടം കൊടുക്കാത്ത രൂപത്തിലുള്ള അള്ളാഹുവിന്റെ ഇടപെടൽ നടക്കും.
അങ്ങനെ നടന്നു എന്നുള്ളത് പിന്നെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മമായിട്ട് ഇവിടെ വാക്കുകൾ ഉപയോഗിച്ച് പോയിട്ടുള്ളത്. വയുർസില അലിഹ ഹുസ്ബാനൻ മിനസ്സമായി ഫതുസ്ബിഹ, ആ തോട്ടമായേക്കാം സഈദൻ സലഖ, നിന്റെ ആ വ്യക്തിയുടെ തോട്ടത്തെ കുറിച്ചുള്ള സംസാരം മാത്രമാണ്. അതിന്റെ ചുറ്റുപാടിൽ മറ്റു തോട്ടങ്ങളുണ്ട്, മറ്റു ആളുകൾ താമസിക്കുന്നുണ്ട്, അവരുടെ പാർപ്പിടങ്ങളുണ്ട്, അവരുടെ മനോഹരമായ മറ്റു തോട്ടങ്ങളും എല്ലാം ഉണ്ട്. അതിന്റെ ഇടയിൽ ആ മനുഷ്യനോടുള്ള മാത്രം സംവാദവും അവനോടുള്ള മാത്രം സംസാരവും അവന്റെ ഇടത്തെക്കുറിച്ചുള്ള അവന്റെ ഇടത്തെക്കുറിച്ച് മാത്രം ഈ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ മറ്റുള്ളവർക്ക് സംഭവിച്ചതുപോലെ എനിക്കും സംഭവിച്ചു എന്ന് പറയാതിരിക്കുവാൻ അയാളുടെ തോട്ടത്തെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അങ്ങോട്ട് അള്ളാഹുവിന്റെ ശിക്ഷ അള്ളാഹു കൊണ്ടുവരികയും അത് അങ്ങനെ കൊണ്ടുവന്ന് നശിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ വ്യക്തിക്ക് ഇദ്ദേഹം നൽകുന്നത്. ഇന്നഹാ സ്വാഇഖത്തുൻ മഹ്സൂബത്തുൻ മുഖദ്ദറത്തുൻ അലാ അലാ ഖദ്രി ആദിഹിൽ ജന്ന, ഈ തോട്ടത്തെ മാത്രം വലയം ചെയ്ത് നിൽക്കുന്ന ഒരു അപകടം. ലാ യതഅദ്ദാഹ ഇലാ ഗൈരിഹ, അതല്ലാത്ത മറ്റു തോട്ടവുമായിട്ട് ആ ശിക്ഷ ബാധിക്കുകയേയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഹുസ്ബാനി എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇപ്പോ വളരെ ഭയപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുമ്പോൾ അള്ളാഹു എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. മറ്റുള്ളവന്റെ കൂടി ഈ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതിൽ മറ്റൊന്നുകൂടിയുണ്ട്. എന്ത്? പിന്നെ മറ്റുള്ളവൻ്റെത് കൂടി നശിക്കുമ്പോൾ അവൻ്റെത് കൂടി നശിച്ചു, എന്റേതും നശിച്ചു, അപ്പോ വല്ലാത്ത പിന്നെ വല്ലാതെ ദുഃഖിക്കേണ്ടി ഒന്നുമില്ല എന്ന ഒരു ഭാവം പുലർത്തുന്ന മനുഷ്യരുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ അള്ളാഹു അവന്റെ ശിക്ഷ കൊണ്ടുവരുമ്പോൾ, ധിക്കാരത്തിന് അള്ളാഹു നടപടി സ്വീകരിക്കുമ്പോൾ, നിഷേധത്തിന് അള്ളാഹു അവന്റെ ഇന്തിഖാമിനെ അള്ളാഹു നടപ്പാക്കുമ്പോൾ, അതിൽ മാത്രം അള്ളാഹു പോയിന്റ് ഔട്ട് ചെയ്ത് അതിലേക്ക് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അള്ളാഹു അവന്റെ മഹാശിക്ഷയെ അള്ളാഹു ഇറക്കുകയും എല്ലാം ഒരു നിമിഷം കൊണ്ട് തരിപ്പണമായി മാറുകയും ചെയ്യും. അപ്പോ ഇവിടെ ഈ ഈ ധിക്കാരിയായ മനുഷ്യന്റെ തോട്ടത്തെക്കുറിച്ചും ആ തോട്ടത്തിന്റെ ഉന്മൂലനത്തെക്കുറിച്ചും അതിന്റെ നിഷ്കാസനത്തെക്കുറിച്ചും മാത്രമുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉള്ള ചർച്ചയെ കുറിച്ച് പിന്നെ അതിനപ്പുറമുള്ള തോട്ടങ്ങളുടെ നാശത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല ഇവിടെ കൊണ്ടുവരുന്നത്. മറിച്ച് നിഷേധിയായ മനുഷ്യനെ അള്ളാഹു എങ്ങനെയാണ് പാഠം പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് അള്ളാഹുവിന്റെ ശിക്ഷ അത്തരം മനുഷ്യരുടെ ധിക്കാരത്തിന് മുകളിൽ ഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വലിയ പാഠമാണ് ഇതിന്റെ ഉള്ളിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. തുറാബൻ മുബല്ലലൻ എന്ന സഈദ് എന്ന് പറഞ്ഞാൽ ചെറിയ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും. പിന്നെ തൻസരിഖു അലൈഹിൽ അഖ്ദാമു, കാലങ്ങ് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് നീങ്ങിപ്പോവും. ആ രൂപത്തിലുള്ള ഒന്നിനും പറ്റാത്ത താളം മറിഞ്ഞ ആ പുഴകളും അരുവികളും എല്ലാം തന്നെ ചളി നിറഞ്ഞ് വെറുങ്ങനെ എന്താ പറയാ ചതുപ്പ് ഇടമായി കിടക്കുന്ന ഒരു ഭൂമികയാക്കി അള്ളാഹു അതിനെ മാറ്റും. എന്നിട്ട് പറയാണ് ഔ യുസ്ബിഹ മാഉഹ ഗൗറൻ, അല്ലെങ്കിൽ വെള്ളമുണ്ടല്ലോ നിങ്ങൾ പിന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ ആ വെള്ളത്തെ അങ്ങ് വറ്റിച്ചു കളയും, അത് ഭൂമിയുടെ ആഴിയിലേക്ക് അങ്ങ് താഴ്ത്തിക്കളയും. ഗൗറൻ അല്ലെ? ഖുർആൻ ഇതുപോലെ തന്നെ ഈ പിന്നെ വാക്കിനെയും പലയിടങ്ങളിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതികും ബിമാഇൻ മഈൻ, അള്ളാഹു ചോദിക്കുന്നത് സൂറത്ത് മുൽക്കിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറയൂ, എന്താണ്? ഖുൽ അറഅയ്തും, നിങ്ങൾ പറയൂ, ഖുൽ അറഅയ്തും, നിങ്ങൾക്ക് വല്ല ബോധവുമുണ്ടോ? ഇൻ അസ്ബഹ മാഉകും ഗൗറൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ ഭൂമിയുടെ ആഴിയിലേക്ക് അങ്ങ് കൊണ്ടു, അല്ലെങ്കിൽ അതിനെ അങ്ങ് വറ്റിച്ചു കളഞ്ഞു. ഭൂമിയുടെ ആഴിയിലേക്ക് വെള്ളം താന്നു പോകുന്നതിനാണല്ലോ അത് വറ്റിപ്പോയി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ അതങ്ങ് വറ്റിപ്പോയി, അതങ്ങ് ഇല്ലാതെയായി പോയി. ആരാണ് നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം കൊണ്ടുവന്ന് തരാനുള്ളത്? അപ്പൊ നിങ്ങൾ കടലിൽ പോയി കുടിച്ചോളാം നിങ്ങൾ പറയൂ. അത് നിങ്ങൾക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമല്ല. അപ്പൊ നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം, മധുരമുള്ള വെള്ളം ആര് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും? അതേപോലെ ഈ മനുഷ്യനോടും പറയാണ് ഔ യുസ്ബിഹമാ ഗൗറൻ, അതിനെ അടിയിലേക്ക്, അതിന്റെ ആഴിയിലേക്ക് കൊണ്ടുപോയേക്കാം. ഫലൻ തസ്തതി അലഹു തൊലബ, നിന്റെ ഒരു നിലക്കും നിനക്കത് നേടിയെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ നിന്റെ എല്ലാ പിന്നെ കഴിവുകളും
ലൻ തസില ഇലൈഹി ബി അയ്യി വസീലത്തിൻ മിൻ വസായിൽ, നിന്റെ എല്ലാ പിന്നെ ടെക്നോളജി ഉപയോഗിച്ചാലും നിനക്ക് കണ്ടെത്താൻ കഴിയാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ നിനക്ക് മധുരമുള്ള വെള്ളം ലഭിക്കാത്ത രൂപത്തിൽ ആ വെള്ളത്തെ അള്ളാഹു ഒന്ന് വറ്റിച്ചു കളഞ്ഞേക്കാം. അതാണ് ഫലൻ തസ്തതി അലഹു തൊലബ, നിനക്ക് ഒരിക്കലും അതിനെ കണ്ടെത്താൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു അതിനെ വറ്റിച്ചു കളഞ്ഞേക്കാം. ഇനി പറയാണ് അങ്ങനെ وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا. അയാൾ പറഞ്ഞ് കഴിഞ്ഞ് അധികം സമയം കഴിഞ്ഞില്ല, അതിന് മുമ്പേ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനോഹരമായ, അതിവിശിഷ്ടമായ, അതിമനോഹരമായ തോട്ടത്തിൽ മാത്രം അള്ളാഹുവിന്റെ മഹാ അപകടം വന്ന് ഭവിക്കുകയാണ്. ഇവിടെ ഇവിടെ അള്ളാഹു ഉപയോഗിക്കുന്ന വാക്കിനെ, ഈ വാക്കിനിൽ നന്നായിട്ട് നോക്കി പോണട്ടോ. ഇവിടെ ഉഹീത്ത ബി സമരിഹി എന്ന് പറയുന്നിടത്ത് ഒരിക്കലും അള്ളാഹു അയാളുടെ തോട്ടത്തെ വലയം ചെയ്തു എന്നല്ല പറയും. അയാളുടെ ആ കൃഷിയിടത്തെ അള്ളാഹു വലയം ചെയ്തു, അവന്റെ ശിക്ഷ കൊണ്ട് വലയം ചെയ്തു എന്നല്ല പറയുന്നത്. അവന്റെ ബിസമരിഹി എന്ന വാക്കാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് ബിസമരിഹി എന്ന വാക്ക് ഉപയോഗിച്ചത്? ഇനി ഇതിനെല്ലാം ഒന്നുകൂടി അള്ളാഹു വിശദീകരിച്ചുകൊണ്ട് താഴത്തെ ആയത്തിൽ അള്ളാഹു ഇത് വിശദീകരിക്കുന്നുണ്ട്. എങ്കിലും ഇവിടെ ചെറിയ രൂപത്തിൽ നമുക്ക് ഇവിടെ പറഞ്ഞു പോകാം. അപ്പോ ഇവിടെ ഒരു തോട്ടം, അത് അതിന്റെ എല്ലാ സമൃദ്ധിയെയും പുറത്തു കൊണ്ടുവന്ന് അതിൽ നിന്ന് അയാള് അതിന്റെ ഫലം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പൂത്ത് അതിന്റെ പിന്നെ കായ്ക്കനികളെല്ലാം പുറത്തു വന്ന് അതിങ്ങനെ പാകപ്പെട്ട് അത് കൊയ്തെടുക്കാൻ സമയമായി നിൽക്കുന്ന സമയത്ത് അതിനൊരു നാശം അങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആഘാതം എന്തായിരിക്കും? അവന്റെ ദുഃഖം എന്തായിരിക്കും? അവന്റെ വേദന എന്തായിരിക്കും? അഹങ്കാരം പ്രകടിപ്പിച്ച് യുമില്ലാതെ, അവന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലില്ലാതെ, വെള്ളം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇടപെടൽ മൂലം തരുന്ന ഒന്നല്ല, ലഭിക്കുന്ന ഒന്നല്ല. ഏതൊരു വസ്തുവിന്റെയും ഉയിർത്തെഴുന്നേൽപ്പിന് വെള്ളം അനിവാര്യമാണ്. ഇപ്പൊ വെള്ളം, അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂറത്ത് വാഖിയയിലെ ഒരു ആയത്തിനെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി, അല്ലേ? നിങ്ങൾ പറയൂ, ആരാണ് നിങ്ങൾക്ക് വാനലോകത്തിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് തരുന്നത്? അല്ലെ, ശുദ്ധമായ വെള്ളം ആരാണ് നിങ്ങൾക്ക് ഇറക്കി തരുന്നത്? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ വെള്ളത്തെ ഉപ്പുരസമുള്ള വെള്ളമാക്കി തന്നെ നാം ഇറക്കുമായിരുന്നു. എന്നിട്ടും നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്ന സൂറത്ത് വാഖിയയിൽ ഒരു ആയത്തിനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. അപ്പോ ഇവിടെ പിന്നെ സമരിഹി, ഏതൊരു വൃക്ഷവും മുളച്ചു പൊന്താൻ വെള്ളം ആവശ്യമാണ്. ആ വെള്ളം ഇവിടെ അതിന്റെ ഭൂമിയുടെ ആഴിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് ആരാണത് കൊണ്ടുവന്ന് തരുവാനുള്ളത്? നിനക്കൊരിക്കലും അത് കണ്ടെത്താൻ സാധ്യമല്ല എന്ന് ഈ ധിക്കാരിയായ മനുഷ്യനെ പറഞ്ഞു കേൾപ്പിക്കുന്നു. എന്നാൽ ഇവിടെ അതെല്ലാം നൽകുകയും ആ വെള്ളം സൗകര്യങ്ങളും ആ മനുഷ്യന് വേണ്ടി ഭൗതിക ലോകത്ത് ഒരുക്കി കൊടുക്കുകയും അവന്റെ ചെറിയ അവന്റെ അസ്ബാബ് മൂലം പിന്നീട് അവന്റെ ചെറിയ അധ്വാനം അതിന്റെ മുകളിൽ അവൻ നടത്തുന്നു. തവക്കുൽ എന്ന് പറയുന്നതിനെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു തോട്ടക്കാരനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബാണ് എന്നുള്ളത് എങ്ങനെയാണ് ബോധ്യപ്പെടുക എന്നുള്ളത് ഒരു തോട്ടക്കാരനിലേക്ക്, ഒരു കൃഷിക്കാരനിലേക്ക് നോക്കിയാൽ മതി എന്ന് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഈ മനുഷ്യൻ തന്നെ അള്ളാഹു അത് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അയാളുടെ ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ അതിലുണ്ട്. അത് തന്നെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ അതും അള്ളാഹുവിന്റെ ദാനമാണ്. അവന്റെ കൈകൾ, അവന്റെ കാലുകൾ, അവന്റെ ചിന്തകൾ, അവന്റെ സമയം, അവന്റെ കൈകൾ നൽകുന്ന വിത്തുകൾ, ഇതെല്ലാം തന്നെ അതും അള്ളാഹുവിന് ദാനം തന്നെയാണ്. എന്നാൽ ഇയാളുടെ വാദമനുസരിച്ച് എന്റേത് എന്ന് പറയുന്ന ആ വാദമനുസരിച്ച് അയാളുടെ കോൺട്രിബ്യൂഷനെ കൂടി അള്ളാഹു ഇവിടെ എടുത്തു പറയുകയാണ്. അയാളുടെ ചിന്തക്കനുസരിച്ച് അള്ളാഹു എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ അത് പിന്നെ വളർന്നു വലുതായി അതിലുള്ള ഫലം ആസ്വദിക്കാൻ സമയമായി നിൽക്കുന്ന വേളയിൽ പിന്നെ സമൃദ്ധമായ തോട്ടത്തെ അള്ളാഹു അങ്ങ് പൂർണ്ണമായി ശിക്ഷ കൊണ്ട് വലയം ചെയ്ത് തുടച്ചു നീക്കുകയാണ്. അത് മനസ്സിലുണ്ടാകുന്ന ഒരു വേദന നമ്മൾ സൂറത്തുൽ വാഖിയയിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോഴും
ഈ പിന്നെ ഈ ആയത്തിന്റെ മുകളിലുള്ള ഒരു ആയത്തിനെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. എന്താണ് ആ ആയത്ത്? എങ്ങനെയാണ്? നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ അലാ അൻ നുബദ്ദില അംസാലകും വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ വലഖദ് അലിംതുമുൻ നശ്അത്തൽ ഊലാ ഫലൗലാ തദക്കൂൻ. അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കൃഷികളെ കുറിച്ച് മനുഷ്യരെ നിങ്ങൾ എന്ത് പറയുന്നു? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ അതിനെ മുളപ്പിച്ച് സമൃദ്ധമാക്കി മാറ്റുന്നത്, അതോ നാമാണോ? ലൗ നശാഉ ലജഅൽനാഹു ഹുതാമ, നാം ഉദ്ദേശിക്കുന്ന പക്ഷം അതിനെ നാം എല്ലാ അർത്ഥത്തിലും അതിനെ നാം നാമാവശേഷമാക്കി മാറ്റുമായിരുന്നു. അങ്ങനെ ഫലൗലാ തഫക്കഹൂൻ, അങ്ങനെ നിങ്ങൾ കൊയ്തെടുക്കാൻ കാത്തു നിൽക്കുന്ന വേളയിൽ നാം അതിനെ അങ്ങ് നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, പടച്ചവനെ ഞങ്ങൾ പട്ടിണിയിലായി പോയി എന്ന് പറയും. ബൽ നഹ്നു മഹ്റൂമൂൻ, ഞങ്ങൾ എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ടവരായി എന്ന് നിങ്ങൾ പറയും. എല്ലാ അനുഗ്രഹങ്ങളും തടയപ്പെട്ടവരായി എന്ന് നിങ്ങൾ പറയും. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, ഇനി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, കട്ട പിടിച്ച് കിടക്കുന്ന മേഘക്കട്ടകളിൽ നിന്നും വെള്ളത്തുള്ളികൾ താഴോട്ട് കൊണ്ടുവന്ന് തരുന്നവൻ ആരാണ്? നിങ്ങളാണോ നാമാണോ? ലൗ നശാഉ ലജഅൽനാഹു ഹുതാമ, നാം ഉദ്ദേശിക്കുന്ന പക്ഷം അതിനെ നാം ഉപ്പുരസമുള്ള വെള്ളമാക്കി തന്നെ മാറ്റുമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തില്ല. ശുദ്ധമായ വെള്ളം തന്നു. ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ട് നിങ്ങൾ നന്ദി കാണിക്കണില്ലേ? അപ്പൊ ഇവിടെ അയാൾ പാകമായി നിൽക്കുന്ന തോട്ടത്തെ അയാൾ കൊയ്തെടുക്കുവാൻ, അതിന്റെ പിന്നെ വിഭവങ്ങൾ കൈപ്പറ്റുവാൻ, അതിലൂടെ സമ്പന്നനാകാൻ നോക്കി നിൽക്കുന്ന വേളയിൽ പെടുന്നനെ അതിന്റെ മുകളിൽ അള്ളാഹുവിന്റെ മഹാശിക്ഷ ഭവിക്കുകയും അതങ്ങ് നശിച്ചു പോകുകയും ചെയ്യുന്ന സമയത്ത് മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും അവനങ്ങ് പ്രയാസപ്പെട്ടു പോകും. അവനൊരു നിലവിളിക്കും. അവന്റെ ദുരന്തമോർത്തുകൊണ്ട് അവന് വല്ലാതങ്ങ് ജീവിതം അത് നഷ്ടപ്പെട്ട് കിട്ടിയാൽ മതി എന്ന രൂപത്തിലേക്ക് അവന്റെ വികാരവും വിചാരവും മാറിപ്പോകും. അതുകൊണ്ടാണ് മനുഷ്യര് ചില ആളുകളിൽ കണ്ടിട്ടില്ലേ, ധാരാളം കാശിറക്കി കൃഷിയെല്ലാം ഇങ്ങനെ സമൃദ്ധമായി വളർന്നു വന്ന് അതിങ്ങനെ കൊയ്തെടുക്കാൻ നേരത്ത് അതങ്ങ് നശിച്ചു കഴിഞ്ഞാലോ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് കാണില്ലേ നിങ്ങൾ? ചില ആളുകളിൽ അല്ലേ, നമ്മുടെ നാട്ടിലെല്ലാം ഇത് സാധാരണമാണ്. ചില ആളുകൾ ധാരാളം കാശിറക്കി അങ്ങനെ കൃഷിയെല്ലാം അത് നല്ല രൂപത്തിൽ സമൃദ്ധമായി വളർന്ന് അത് പാകമായി കൊയ്തെടുക്കാൻ നേരമാകുന്ന സമയത്ത് ഒരു പേമാരി വന്ന് അതങ്ങ് നശിച്ചു കഴിഞ്ഞാൽ അയാള് ദുഃഖഭാരത്താൽ അയാൾ കൈമലർത്തും, നെഞ്ചത്ത് കൈവെക്കും. ഒരു കൈക്ക് മുകൾ മറ്റൊരു കൈ വെച്ചുകൊണ്ട് അയാളുടെ ദുഃഖത്തെ പ്രകടിപ്പിക്കും. അയാൾ അതിൽ കാണിച്ച അധ്വാനത്തെ എല്ലാം ഓർത്തുകൊണ്ട് അയാൾ ദുഃഖഭാരത്താൽ അയാൾ സങ്കടപ്പെട്ട് എന്താണ് ചെയ്യുക എന്നറിയാതെ നിൽക്കും. അപ്പൊ ഇതാണ് അള്ളാഹുവിടെ എടുത്തു കാണിക്കുന്നത്. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ, അതിന്റെ മേൽക്കൂരകൾ എല്ലാം തന്നെ പൊളിഞ്ഞു വീണ് അതിന്റെ ഭിത്തികളെല്ലാം തകർന്ന് തരിപ്പണമായി. വയഖൂലു, അങ്ങനെ എല്ലാം കൊണ്ടും നാമാവശേഷമായ അവസ്ഥയിലേക്ക് അത് മാറി. വയഖൂലു യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദാ. അപ്പൊ മനുഷ്യൻ പ്രതിസന്ധി വരുമ്പോഴാണ് പിന്നീട് അവന്റെ നാഥനെ ഓരോ മനുഷ്യനും ഓർക്കൽ. അങ്ങനെ അല്ലെ? അള്ളാഹു ഈ വർത്തമാനം മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നുണ്ട്. സൂറത്ത് യൂനുസിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ, മനുഷ്യൻ എപ്പോഴാണ് അവന്റെ നാഥനെ സ്മരിക്കുക, എപ്പോഴാണ് അവന്റെ സൃഷ്ടാവിനെ ഓർക്കുക എന്ന്. മനുഷ്യരെല്ലാവരും തന്നെ അവനെ പ്രകൃതിയാൽ തന്നെ അവന്റെ നാഥനെ വിളിക്കുകയും അവന്റെ നാഥന്റെ ബോധം, അവന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധം അവന്റെ പ്രകൃതത്തിൽ ലയിച്ചു നിൽക്കുന്ന ഒന്നുമാണ്. എന്നാൽ ഭൗതിക ലോകത്തെത്തി അവന്റെ ചിന്താവളർച്ച പ്രാപിച്ചു കഴിഞ്ഞാല് അവന്റെ വയറിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ അവന് എല്ലാം വിസ്മരിക്കുന്നു. അതുപോലെ തന്നെ ഭൗതിക ലോകത്തെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ദൈവനിഷേധം ഒരു അലങ്കാരമായി സ്വീകരിച്ച് നടക്കുന്നവരുമാണ് മനുഷ്യര്. എന്നാൽ പെടുന്നനെ ഒരു നെഞ്ചിനൊരു വേദന വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കയ്യിലുള്ളതും ചുറ്റുപാടിലുള്ളതും നഷ്ടപ്പെട്ട് എന്ന തോന്നൽ വരുന്ന സമയത്ത് എല്ലാ ധിക്കാര ഭാവങ്ങളും വെടിഞ്ഞ് മനുഷ്യൻ അവന്റെ സൃഷ്ടാവിലേക്ക് ഹൃദയം കൊണ്ട് മടങ്ങും. ആ സമയത്താണ് അവന്റെ നാഥനെ വിളിക്കുക അല്ലെ. വൈദാ മസ്സൽ ഇൻസാന ദുർറു, മനുഷ്യന് പ്രതിസന്ധി എന്ന് വന്നു കഴിഞ്ഞാൽ അതവന്റെ ശരീരത്തിൽ നിന്നുള്ളതാവാം, അല്ലെങ്കിൽ അവന്റെ ചുറ്റുമുള്ളതിലായിരിക്കാം, അവന്റെ ദേഹത്തായിരിക്കാം,
അവന് അവൻ നേടിയെടുത്ത ഒന്നിന്റെ ഉന്മൂലനമായിരിക്കാം, നാമാവശേഷമായിരിക്കാം. അങ്ങനെ പെടുന്നനെ അവന് പ്രതിസന്ധി അങ്ങ് വന്നു കഴിഞ്ഞാൽ വൈദാമസ്സൽ ആ സമയത്ത് നിന്നും ഇരുന്നും കിടന്നും മനുഷ്യൻ അവന്റെ നാഥനെ വിളിക്കും. പിന്നെ അതിന്റെ മുകളിൽ സൂറത്ത് യൂനസിൽ തന്നെ അതിന് ശേഷം മറ്റൊരു സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അവനാണ് കടലിലും കരയിലും നിങ്ങൾക്ക് വഴിയൊരുക്കിയവൻ. അങ്ങനെ ശാന്തമായ സമുദ്രത്തിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യവേ, നിങ്ങൾ ആനന്ദിച്ച്, നിങ്ങൾ ആർത്തുല്ലസിച്ച് നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യവേ, പെടുന്നനെ നിങ്ങൾക്ക് മുകളിൽ ഒരു മഹാപകടം വന്നു. അങ്ങനെ നിങ്ങൾ പിന്നെ ഫിൽ ബർറി വൽ ബഹരി ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽകി വജറൈന ബിഹിം ബിരീഹിൻ ത്വയ്യിബ വഫരിഹു ബിഹാ ഫജാഅത്ഹാ റീഹുൻ ആസിഫുൻ വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മക്കാനിൻ വളന്നു അന്നഹും ഉഹീത ബിഹിം. ഇവിടെ ഉഹീത ബിഹിം എന്നുള്ള ഇതുപോലുള്ള ഒരു പ്രയോഗം അള്ളാഹു നടത്തുന്നുണ്ട്. ഉഹീത ബിസമരിഹി എന്ന് പറഞ്ഞതുപോലെ ഈ ആയത്തിലും പിന്നെ ഇതേപോലൊരു പ്രയോഗം അള്ളാഹു നടത്തുകയാണ്. അങ്ങനെ നിങ്ങൾ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യവേ, പെടുന്നനെ കൊടുങ്കാറ്റടിക്കുകയും സമുദ്രത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും തിരമാലകൾ വന്ന് നിങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ വലയം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യരെ നിങ്ങൾ ആരെയാണ് വിളിക്കുക? നിങ്ങൾ നിഷ്കളങ്കമായി എല്ലാ ധിക്കാരങ്ങളെയും വെടിഞ്ഞ്, എല്ലാ അഹങ്കാര ഭാവങ്ങളെയും വെടിഞ്ഞ് നിങ്ങൾ സർവശക്തനായ നിങ്ങളുടെ സൃഷ്ടാവ എന്നാൽ നാം രക്ഷിച്ചാലോ? ഇദാഹും യബ്ഗൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, യാതൊരു നന്ദിയും കൂടാതെ വൃത്തികെട്ടവനായവൻ. മനുഷ്യരെ, ഇന്നമാ ബഗയുക്കും അലാ അൻഫുസിക്കും, നിങ്ങൾ ചെയ്യുന്ന വൃത്തികേടുണ്ടല്ലോ, ഈ തോന്നിവാസമുണ്ടല്ലോ, അത് നിങ്ങളോട് തന്നെയാണ്. മതാ അൽ ഹയാത്തി ദുന്യ, ഈ ഭൗതിക ലോക ജീവിതം ഒരു നിമിഷം മാത്രമാണ്. സുമ്മ ഇലൈനാ മർജിഉക്കും, പിന്നെ നിങ്ങളെ നമ്മിലേക്ക് മടക്കും. ഫനുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ റെക്കോർഡുകളും, എല്ലാ നിങ്ങളുടെ കർമ്മ പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിൽ നാം നൽകുകയും ചെയ്യും മനുഷ്യരെ. ഇപ്പൊ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട സമയത്താണ് ഈ മനുഷ്യൻ നന്നായി പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട് എന്ന്. അപ്പോ ഇവിടെ പിന്നെ മനുഷ്യന്റെ ജീവിതം അത് സുഗന്ധപൂർണമാകുന്നത്, അവന്റെ ജീവിതം ഏറ്റവും ക്രിയാത്മകമായി അവനെ പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നത് നന്ദിയുള്ള മനസ്സുണ്ടാകുമ്പോഴാണ്. അവന് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിരന്തരം ഓർത്ത്, അവന്റെ ചുറ്റുപാടുകളെ കുറിച്ച് ഓർത്ത് അവൻ അള്ളാഹുവിലേക്ക് ഹൃദയപൂർവ്വം അടങ്ങുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ മാത്രമാണ് മനുഷ്യന്റെ ജീവിതം ഏറ്റവും സുഹൃതപൂർണമാകുന്നത്. നന്ദിയുള്ള മനസ്സും നന്ദിയുള്ള ചിന്തയും അവനെപ്പോഴും അവനിൽ ഉണ്ടാകുമ്പോഴാണ് അവന്റെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ജീവിതത്തിന് ദിശ നിർണയിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്ന, വാക്കിലും പ്രവൃത്തിയിലും ഇടപെടലിലും എല്ലാം തന്നെ നമുക്ക് സൂക്ഷ്മത പുലർത്താൻ നമ്മെ നിരന്തരം ബോധ്യപ്പെടുത്തുന്ന ഒരു മഹാചിന്തയും അതുപോലെ തന്നെ മഹാകാഴ്ചയുമാണ് മരണാനന്തര ജീവിതം എന്നുള്ളത്. അത് നഷ്ടപ്പെടുന്നിടത്താണ് ഒരു മനുഷ്യൻ ധിക്കാരിയായി മാറുന്നത്. അത് ഈ പറഞ്ഞ, നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ച ആയത്തുകളിലെല്ലാം തന്നെ ഈ ധിക്കാരിയായ മനുഷ്യന്റെ ഭാഗത്തിൽ നിന്നും ഉണ്ടായതായിട്ട് നമുക്ക് കാണുന്നുണ്ട്, അല്ലെ? അങ്ങനെ ഒരു ലോകമില്ല എന്നാണ് ഇയാളുടെ വാദം. അതുകൊണ്ടാണ് അയാൾ ഏറെ ധിക്കാരം കാണിച്ചത്. ആ ധിക്കാരമാണ് ഇവിടെ കുഫ്രിന്റെയും ഷിർക്കിന്റെയും ഒരു അയാളിൽ നിന്ന് വന്നുപോയ അപകടമായിട്ട് അള്ളാഹു എടുത്തു പറയുന്നു. ആ ലോകം തന്നെ ഇല്ല എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും. ഏറിയും കുറഞ്ഞും നമ്മുടെ ജീവിതത്തിലും ഇതെല്ലാം പ്രകടമായി നമുക്ക് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഒരു സത്യത്തെ നന്നായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അത് ജീവിത നന്മയ്ക്ക് വേണ്ടി നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന കാരുണ്യമായിക്കൊണ്ട് ആ ലോകത്തെ നമ്മൾ നന്നായി പഠിക്കുക. നമ്മൾ ഇതിന്റെ ഈ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും അള്ളാഹു ഉണ്ട് എന്ന് പറയാൻ വേണ്ടി വന്നവരല്ല. അത് ഉണ്ട് എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതമായ ബോധമാണ്. എന്നാൽ മനുഷ്യന് തിരിയാതെ പോയൊരു ലോകമുണ്ട്, അതാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. നാം മുമ്പ് പറഞ്ഞതുപോലെ ഈ ഭൗതിക ലോകത്തെത്തി അവന്റെ വയറിന് വേണ്ടി രാവും പകലും ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവനെക്കുറിച്ചും അവന്റെ ചുറ്റുപാടിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ അവന് സമയമില്ല.
അത് ചിന്തിക്കാതെ പോകുമ്പോൾ അവന്റെ അനുഗ്രഹങ്ങളെ ബോധ്യപ്പെടാതെ അവന് പോകുന്നു. അവിടെ നിഷേധിയായിട്ട് മനുഷ്യൻ മാറുന്നു. ഇവിടെയാണ് കാരുണ്യമായി പ്രവാചകന്മാർ വരികയും മനുഷ്യനോട് അവനെക്കുറിച്ചും അവന്റെ ചുറ്റുപാടുകളെക്കുറിച്ചും അവന് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിരന്തരം ചിന്തിക്കുവാനും അങ്ങനെ അവന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് ആ അനുഗ്രഹം നൽകിയ മഹാശക്തിക്ക് മുമ്പിൽ നന്ദിയുള്ളവനായി ജീവിക്കുവാൻ പ്രവാചകന്മാർ ബോധ്യപ്പെടുത്തുന്നത് ഈ അനുഗ്രഹങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഈ അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം കണിശമായി ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. ആ ലോകം സത്യമായി പുലരുന്ന ഒന്നാണെന്നും ആ ലോകത്തെക്കുറിച്ച് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥനാണ് എന്നും നിന്നെ ഒരു ബീജബിന്ദുവിൽ നിന്നും സൃഷ്ടിച്ച സംവിധാനിച്ച സർവശക്തനായ നാഥനാണെന്നും അവൻ ഒരിക്കലും കളവ് പറയില്ല എന്നും അത് നിഷേധികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നിങ്ങൾ ആണയിട്ട് ആ ലോകത്തെ നിഷേധിച്ചാലും ആ ലോകം അള്ളാഹു കൊണ്ടുവരുമെന്നും അങ്ങനെ നിഷേധികൾക്ക് ആ ലോകത്തെ കാണിച്ചു കൊടുക്കുമെന്നും വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകൾ പറയും എന്താണ്, അവർ ആണയിട്ട് പറയുന്നു മരിച്ചോരെ ജീവിപ്പിക്കൂല എന്ന്. അള്ളാഹു പറയാണ് ബലാ വഅദൻ അലൈഹി ഹഖ, അല്ല, അത് അള്ളാഹുവിൽ നിക്ഷിപ്തമായ ഒരു കരാറാണത്, നിങ്ങളെ എഴുന്നേൽപ്പിക്കും എന്നുള്ളത്. അങ്ങനെ നിഷേധികൾക്ക് അത് കാണിച്ചു കൊടുക്കുവാൻ, ആ ലോകത്തെ കാണിച്ചു കൊടുക്കുവാൻ അള്ളാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അള്ളാഹു ഒരു കാര്യം അങ്ങ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇന്നമായ ഹുക്കുൻ ഫയക്കൂൻ, അള്ളാഹു ഒരു കാര്യം അങ്ങ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുക എന്ന് പറയേണ്ട നിമിഷം അത് ഉണ്ടായി തീരുക തന്നെ ചെയ്യും. വമൻ അസ്തഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്നവനായിട്ട് ആരുണ്ട്? അതിനാൽ ആ ലോകം പുലരുക തന്നെ ചെയ്യും. ഈ ലോകത്തെ നിഷേധിക്കുകയും ധിക്കാരിയായി മാറുകയും ചെയ്ത ഒരു മനുഷ്യന്റെ ജീവിത ചിത്രത്തെയാണ് അള്ളാഹു ഇവിടെ വരച്ചു കാട്ടുന്നത്. അതിൻ്റെ ഇടയിൽ ആ ലോകത്തെ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് നന്ദിയുള്ളവനും അതുപോലെ തന്നെ കടപ്പാടുള്ളവനുമായി മാറിയ മറ്റൊരു മനുഷ്യന്റെ ചിത്രവും അള്ളാഹു വരച്ചു കാട്ടുന്നു. ഇവിടെ നിങ്ങൾ ആരോടൊപ്പം കൂടണമെന്ന് അള്ളാഹു ചോദിക്കുന്നു. നിഷേധിയുടെ കൂടെയോ അതോ ധിക്കാരിയായ മനുഷ്യന്റെ കൂടെയോ അതോ അള്ളാഹുവിനെ മനസ്സിലാക്കി സൃഷ്ടാവിനെ മനസ്സിലാക്കി മരണാനന്തര ജീവിതത്തെ ഉൾക്കൊണ്ട് വിനയാന്വിതനായ മനുഷ്യന്റെ കൂടെയോ എന്ന ചോദ്യം അള്ളാഹു ഇവിടെ ചോദിക്കുകയാണ്. അത് മനുഷ്യന് തിരഞ്ഞെടുക്കാം. നമുക്കെല്ലാവർക്കും ഇവരിൽ ആരൊപ്പം കൂടണമെന്ന് നമ്മളിൽ ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാം. ഏതായാലും നന്മ കൊണ്ട് ജീവിതത്തിന് സുഗന്ധം പൂശുന്ന നല്ല മനുഷ്യരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ചെറിയ ചർച്ച ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹൃദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.